ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഗോവ ട്രിപ്പിൽ തേർഡ് ഡേ ഞങ്ങൾ ലഞ്ച് കഴിക്കാനാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഈ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ജിഞ്ചർ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വിട്ട ശേഷം ഡ്രൈവർ പിന്നെ ഈ പ്യുവർ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവർ വേറെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടി പോകുമായിരുന്നു. ഈ സ്റ്റേഷന് തൊട്ടടുത്താണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. ഈ ദൂരം കാണുന്നില്ലേ ബിൽഡിങ്, അത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ നോക്കാൻ കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ബോംബെക്ക് പോവാണ് ലഞ്ച് കഴിഞ്ഞ ശേഷം. അവരുടെ ട്രെയിൻ ഇപ്പോൾ അടുത്ത് തന്നെയാണ്, അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യാനും ഈസിയാണ്. ജിഞ്ചറിനെ കുറിച്ച് നല്ല റിവ്യൂസും കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ട് ഉള്ളിൽ പോയിട്ട് അന്വേഷിച്ചിട്ടോ ഇന്ന് എന്തൊക്കെയാണ് ഉള്ളത് സ്പെഷ്യൽ, അല്ലെങ്കിൽ ഇന്ന് ലഞ്ച് അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കണമല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുറത്ത് എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇന്നത്തെ. അപ്പോൾ ഞങ്ങൾ താലിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു. ഞങ്ങൾ മുതിർന്നവരൊക്കെ താലിയാണ് ഓർഡർ ചെയ്തത്. കഴിച്ച് വരുമ്പോഴാണ് നമുക്ക് തോന്നിയത് രണ്ടാൾക്ക് ഒരെണ്ണം മതിയായിരുന്നു എന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ മീൻസ് ഈ ഫാറ്റ് ഫിഷിൽ കഴിച്ച അത്ര എത്തിയിട്ടില്ല. നല്ല വലിപ്പമുള്ള ഫിഷാണ്, സീ ഫുഡ്സാണ്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അത് എക്സ്പെക്റ്റ് ചെയ്ത് പോയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നന്നായിരുന്നു കേട്ടോ. ഈ പ്രൗൺസ് ഫ്രൈ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അത് കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പിന്നെ അതിൻ്റെ കൂടെ ചിക്കനും ഉണ്ടായിരുന്നു താലിയിൽ. പിന്നെ ഈ ചീരയുടെ ഒരു ഉപ്പേരിയായിരുന്നു, ചീരയും ഈ ചെമ്മീനും കൂടി ഇട്ടിട്ടുള്ള. പിന്നെ ഈ എന്താ പറയുക, ക്ലാംസ് ഉണ്ടായിരുന്നു. പിന്നെ നീർദോശ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനേ ഈ ഫിഷ് ഫ്രൈ കഴിച്ചത് നീർദോശ കൂട്ടിയിട്ടായിരുന്നു. മീൻസ് ഫിഷ് ഫ്രൈക്ക് അത്ര ഒരു ഇതില്ല, പക്ഷെ എന്നാലും അത് എന്താ പറയണ ഒരു ദോശയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു പരുവത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ 2-3 ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട്, കുട്ടികളും ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. ട്രെയിനിന് സമയമായി. ഇത് തേജസ് എക്സ്പ്രസ്സിലാണ് കേട്ടോ ഇവർ പോകുന്നത്. എൻ്റെ ഫ്രണ്ടും അവരെ 2 കുട്ടികളുമാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 2-3 ആൾക്കാർ ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വന്നു. ഡ്രൈവർ പുറത്ത് തന്നെ നിർത്തിയിട്ടോ. ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ എൻട്രൻസിൽ ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ആൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് പോയി, വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ തേജസ് എക്സ്പ്രസ്. അപ്പോൾ ഇതിൻ്റെ വിസ്റ്റാഡം കോച്ചിലാണ് നമ്മൾ കയറുന്നത്. ഒരു 10 ദിവസം മുമ്പേ ട്രെയിനിൻ്റെ അവൈലബിലിറ്റി നോക്കുമ്പോൾ ഈ ഒരു ട്രെയിനായിരുന്നു അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് കറക്റ്റായിട്ട് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വിസ്റ്റാഡം എടുത്താലോ എന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇതിൽ കയറാനേ. ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലാണ് കേട്ടോ ഈ ഒരു കോച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കി. സ്റ്റാർട്ടിങ് മഡ്ഗാവുന്ന ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം ആവാതെ അത് പുറപ്പെടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം കിട്ടി ഉള്ളിൽ കയറിയിട്ട് നോക്കാൻ കേട്ടോ. എൻ്റെ സീറ്റൊക്കെ നോക്കിയേ. ഞാൻ ആദ്യമായിട്ടാണൊരു വിസ്റ്റാഡം കോച്ചിൽ കയറുന്നത്. ബാംഗ്ലൂർ ടു ബാംഗ്ലൂർ ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഇതുവരെ കയറിയിട്ടില്ല. കയറണം എന്നുണ്ടായിരുന്നു. കയറണം എന്നുള്ള ആഗ്രഹം ഞാൻ ഇവിടുന്ന് അത് സഫലമാക്കി. എന്തായാലും സഞ്ചരിക്കാൻ പറ്റിയില്ല, നെക്സ്റ്റ് ടൈം അതും കൂടി ചെയ്യണം. നല്ല വലിപ്പമുണ്ടല്ലേ. സീറ്റൊക്കെ നോക്കിയാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് കാണുമ്പോൾ. അധികം വൈകാതെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ നോക്കുമ്പോഴാണ് ഇനിയും സമയമുണ്ടെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആ ക്യാബിനുണ്ട്, പുറത്തുള്ള ക്യാബിനിൽ അവിടെയും പോയിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ. അവിടെ പോയിട്ട് പുറത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇതാണ് ഇവിടെ ലഗേജൊക്കെ വെക്കുന്ന റാക്സ് കേട്ടോ. അപ്പോൾ ലഗേജ് വെക്കാൻ സെപ്പറേറ്റ് റാക്സൊക്കെ ഉണ്ട്.
ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടൊന്ന് നോക്കി. പിന്നെ ഒന്ന് ഇനിയും ടൈം ഉണ്ടല്ലോ നോക്കുമ്പോഴാണ് ഞാൻ അവിടെ ഫ്രണ്ടിലുള്ള ആളോട് പോയി പെർമിഷൻ ചോദിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നോക്കാമല്ലോ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തെ അവർ പറഞ്ഞു ഞങ്ങളുടെ മുഖം എടുക്കരുത്, നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഈ ക്യാബിനിലെ കാഴ്ചകൾ. അപ്പോൾ ഈ ഭാഗത്ത് ആക്ച്വലി അവർ ഫുഡൊക്കെ എടുത്തു വെക്കുന്നതാണ് കേട്ടോ. സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ മഡ്ഗാവ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെയാണ് അവർ ഫുഡൊക്കെ എടുത്തു വെക്കുന്നത്. പിന്നെ 2 ഭാഷയിൽ ന്യൂസ് പേപ്പറും ഉണ്ട്. ഞാൻ പിന്നെ അധികം വൈകാതെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കുട്ടികളാകെ സങ്കടത്തിലായിരുന്നു കേട്ടോ ഞങ്ങളെ വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് എന്താ വെച്ചാൽ ഈ 3 ദിവസം മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു. ബിക്കോസ് ഞങ്ങൾ ആകെ 3 ആൾക്കാരും കുട്ടികളും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെ പിക്ക് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് ട്രെയിനിൽ നിന്നുള്ള വീഡിയോസൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. ഫോട്ടോയും വീഡിയോ ഒക്കെ കുറേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വലിയ വിൻഡോ അല്ലേ, അപ്പോൾ നല്ല കാഴ്ചകളാണ്, നല്ല സ്പേസും ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ആകെ അവർക്ക് സങ്കടം നമ്മളെ വിട്ടു പോയ സങ്കടം മാത്രമേ ഉള്ളൂ. ട്രെയിനിൽ ഫുഡ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നോൺ വെജും ഒരു വെജ് താലിയായിരുന്നു ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അവർക്ക് കിട്ടിയ ഫുഡ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.